പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കുർത്തി ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈൻ ചെയ്യുന്നതാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ക്ലോത്തിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇതിന് 13 ഇഞ്ച് ലെങ്ത്തും അതുപോലെ 2.5 ഇഞ്ച് വിഡ്ത്തും വരുന്നുണ്ട്. ഇതിന് കുറച്ച് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ അടിയിൽ ഇതുപോലെ തിന്നായിട്ടുള്ള ഒരു പേപ്പർ ക്യാൻവാസ് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് അതിൻ്റെ സൈഡിൽ എക്സ്ട്രാ വരുന്ന പീസസ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതുപോലെ കുറച്ച് സ്ക്വയർ പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് 3 ഇഞ്ച് ലെങ്ത്തും 3 ഇഞ്ച് വിഡ്ത്തുമാണ് വരുന്നത്. ഇതുപോലത്തെ 10 പീസസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതാ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇതൊന്ന് മടക്കിയെടുക്കാം. ഇതേപോലെ ഞാൻ എല്ലാ പീസസും ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കിയെടുത്തിട്ട് ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ ഈ പീസസ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഇതുപോലെ ഈ ക്ലോത്തിലേക്ക് വെക്കാം. എന്നിട്ട് നമുക്കതൊന്ന് രണ്ട് സൈഡിലും ഇതുപോലെ വെക്കാം. എന്നിട്ട് നമുക്കതൊന്ന് പിൻ ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ റെഡിയാക്കിയെടുത്ത ട്രയാങ്കിൾസ് എല്ലാം നമുക്കിതുപോലെ വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്തെടുക്കാം. അതിന് ശേഷം അത് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിത് മുഴുവനായിട്ടും അത് പിൻ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്ക് ഈ രണ്ട് സൈഡിലേക്ക് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് രണ്ട് സൈഡ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു ക്ലോത്ത് ഞാൻ ഇതിൻ്റെ സൈഡിലായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒരു പൈപ്പിംഗ് പോലെ. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ഈ ക്ലോത്ത് ഇതുപോലെ വെച്ചതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക സൈഡിലേക്കൂടെ. ഇത് നമ്മൾ തിരിച്ചിടും. ഇപ്പോൾ രണ്ട് സൈഡിൽ ഞാൻ അതുപോലെ ഒരു പീസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ ഉള്ളിലോട്ടേക്ക് മടക്കിയിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അവിടെ സൈഡിലൊരു പൈപ്പിംഗ് പോലെ കിട്ടും. അതുപോലെ മറ്റേ സൈഡിലും ചെയ്യാം. ഇപ്പോൾ രണ്ട് സൈഡിലും ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴത്തെ ഭാഗത്തും നമുക്ക് അത് ഫിനിഷ് ചെയ്തെടുക്കണം. അതിന് ഇതുപോലെ ഒരു ക്ലോത്ത് പീസ് എടുത്ത് രണ്ടായി മടക്കിയതിന് ശേഷം ഇത് ഒന്ന് ഉള്ളിലോട്ടേക്ക് രണ്ട് സൈഡിൽ ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കണം. അതിന് ശേഷം ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കത് തിരിച്ചിടണം. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ട് തിരിച്ചിടുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗം നമുക്ക് നല്ല പൈപ്പിംഗ് പോലെ കിട്ടും, നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. എന്നിട്ടൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതിലേക്കൂടി. ഇനി നമ്മൾ ഈ റെഡിയാക്കി എടുത്തതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കിതുപോലെ ഒരു പേള് കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു വൈറ്റ് പേൾ എടുത്തിട്ട് അത് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ ജോയിൻറ്റിൻ്റെ അടുത്തും ഓരോ പേള് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുർത്തിയുടെ ഫ്രണ്ട് പോർഷനിൽ നമ്മളിപ്പോൾ റെഡിയാക്കിയെടുത്ത ഈ പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ നെക്ക് ഡിസൈനും കൂടി ഇന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇതുപോലെ പേപ്പർ ക്യാൻവാസ് എടുത്തിട്ട് രണ്ടായി മടക്കിയിട്ടുണ്ട്. അതിൽ നമുക്ക് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാം. അപ്പം എൻ്റെ നെക്ക് വിഡ്ത്ത് 3.5 ഇഞ്ചാണ്, അത് ഞാൻ മാർക്ക് ചെയ്തു. താഴത്തോട്ടേക്ക് നെക്ക് ഡെപ്ത്ത് 6.5 ഇഞ്ചാണ്, അതും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അതൊന്ന് വരച്ചെടുക്കാം. ഇതൊരു സിമ്പിളായിട്ടുള്ള നെക്ക് ഡിസൈനാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും.
ഇനി നമുക്കിത് സാധാരണ നെക്ക് ഡിസൈൻ ചെയ്യുന്ന പോലെ തന്നെ ഈ ക്യാൻവാസ് നമ്മൾ വരച്ചെടുത്ത ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇതൊരു ക്ലോത്തിൽ ഒട്ടിച്ചെടുക്കാം. പല പല നെക്ക് ഡിസൈൻ ചെയ്യുന്ന കുറേ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ആവശ്യമുള്ളവർക്ക് എൻ്റെ മുമ്പത്തെ വീഡിയോസൊക്കെ പോയി കാണാവുന്നതാണ്. അപ്പോൾ ഞാനിതൊരു ക്യാൻവാസ്, ഈ കട്ട് ചെയ്തെടുത്ത ക്യാൻവാസിൻ്റെ പീസ് ഒരു ക്ലോത്തിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കതിൽ ആവശ്യമില്ലാത്ത ഭാഗമെല്ലാം കട്ട് ചെയ്ത് മാറ്റാം. 1 ഇഞ്ച് മാത്രം വിട്ടാൽ മതി, ബാക്കി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഈ സൈഡ് നമുക്കൊന്ന് ഇതുപോലെ ഗമ്മ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച കുർത്തിയുടെ പീസ് എടുത്തിട്ട് ഇതിൽ നമ്മൾ നെക്ക് ഡെപ്ത്ത് 6.5 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ 6.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിൻ്റെ മേലെ 1/2 ഇഞ്ച് മുകളിലോട്ട് 6 ഇഞ്ചിലും കൂടി ഒരു മാർക്ക് കൊടുക്കുക. എന്നിട്ട് ആ 6 ഇഞ്ചിൽ നമ്മൾ ഈ റെഡിയാക്കി വെച്ച പീസ് ഇതുപോലെ ആ 6 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ അവിടെ കൊള്ളുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് പിൻ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് ഞാൻ ഈ കാണിക്കുന്ന മാർക്കിങ്ങിൽ കൂടി ഒന്ന് അത് സ്റ്റിച്ച് ചെയ്തിട്ട് ആ കുർത്തിയുടെ ഫ്രണ്ട് പീസിൽ അറ്റാച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ഈ നെക്ക് പീസ് ഉണ്ടല്ലോ, ഇത് ഇവിടെ വെച്ചിട്ട് ഈ ഞാൻ കാണിക്കുന്ന മാർക്കിങ്ങിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലത്തെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ള ആ സ്റ്റിച്ചിലൊന്നും തട്ടാണ്ട് വേണം കട്ട് ചെയ്യാൻ. ഇനി ഇതിൻ്റെ സൈഡിലെല്ലാം ചെറിയ ചെറിയ കട്ട്സ് കൊടുത്തിട്ട് നമുക്കിത് ഒന്ന് തിരിച്ചിടാം. തിരിച്ചിട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്തിട്ട് ഞാൻ ഈ കാണിക്കുന്ന മാർക്കിങ്ങിൽ കൂടി ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡിസൈൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.